തീക്കളിയുമായിട്ട് ഡ്രാഗൺ ഇറങ്ങിയിരിക്കുകയാണ് ചൈന. അപ്പോൾ ആദ്യം ഇപ്പോൾ തീ തുപ്പിയിരിക്കുന്നത് പാകിസ്ഥാന് നേരെയാണ്. ഷഹബാസ് കെഞ്ചിക്കൊണ്ട് ഇരിക്കുകയാണ്, അതായത് ചൈനയുടെ അടുത്ത് നിന്ന് ലോൺ എങ്ങനെയെങ്കിലും ഒന്ന് സാങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അതായത് ഇവരുടെ സീപക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തിനാണ് ചൈന ഇപ്പം ഇങ്ങനെ ചെയ്തതെന്നൊന്നും ഒരു പിടുത്തവും പാകിസ്ഥാന് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് ചൈന വരുമ്പോൾ, അതായത് പാകിസ്ഥാനെ കൈവിടുന്ന ഒരു സാഹചര്യത്തിലോട്ടാണോ ചൈന കൊണ്ടുപോകുന്നത്? അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് ധരിക്കാമോ? അതോ ഇതൊക്കെ ഇന്ത്യയുടെ കണ്ണിപ്പൊടിയിടാനുള്ളൊരു നീക്കമാണോ? അതെ വിജയ്, ഇത് നമ്മള് ഈ പറയുന്ന പോലെ ജിയോ പൊളിറ്റിക്സ് ഇപ്പം പണ്ടത്തെക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, രാവിലെ തീരുമാനിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് മാറ്റും. ജിയോ പൊളിറ്റിക്സ് അത്ര സ്പീഡിലാണ് ഇപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളിപ്പം ഈ ലോകം ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ, അമേരിക്കയെ ഇന്ത്യക്ക് പുറത്തുണ്ടാക്കിയ താരിഫ്, അല്ലെങ്കിൽ 100 രാജ്യങ്ങളുടെ അകത്ത് താരിഫ് ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു താരിഫ് ഈ പറയുന്നത് പോലെ പെനാൽറ്റി താരിഫ് ഉൾപ്പെടെ 50% വന്നത്. അതിനകത്ത് അവർ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. അത് ചുമ്മാതൊരു കാരണമല്ല. പണ്ടത് പറഞ്ഞ പോലെ ആ കാരണത്തിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല. ഇന്ത്യ ഈ എണ്ണ മേടിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് പെനാൽറ്റി താരിഫ് എന്ന് പറഞ്ഞാൽ, ഈ എണ്ണ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ 51%, അല്ലെങ്കിൽ ചൈനയും മേടിക്കുകയാണ്, അമേരിക്ക ഈ പറയുന്ന റഷ്യയുടെ കയ്യിൽ നിന്ന് പല സാധനങ്ങൾ മേടിക്കുകയാണ്. അപ്പം വന്നപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു നീക്കം വന്നപ്പോൾ, ഈ വളരെ കാലം കൊണ്ട് രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചയും അല്ലെങ്കിൽ ഒരു നീക്കുപോക്കും റഷ്യ നടത്തിക്കൊണ്ടിരുന്നതാണ്. റഷ്യക്ക് അമേരിക്കയുമായിട്ട് അറിയാമല്ലോ, എന്നും റഷ്യ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന രാജ്യമാണ്. അവർ സാമ്പത്തികമായിട്ട് ഒന്നല്ലെങ്കിലും രണ്ടും ശക്തമായ രാജ്യങ്ങളാണ്. അപ്പൊ അതിന്റെ നീക്കുപോക്ക് ഉണ്ടാക്കി ചൈന ഇന്ത്യ ശത്രു രാജ്യങ്ങളാണല്ലോ. എപ്പോഴും ചൈന ഇന്ത്യക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. ചൈനയ്ക്ക് അറിയാം ചൈനയുടെ വളർച്ചയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ എല്ലാ രീതിയിലുള്ള വളർച്ചയെ ബാധിക്കാൻ ഏറ്റവും ആദ്യം സാധ്യത ഉണ്ട ഒരു രാജ്യം തന്നെയാണ്. പിന്നെ ബോർഡർ പ്രശ്നങ്ങളും പലതും ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഒരു വിഷയം വന്നതിന് ശേഷം ചൈനയും ഇന്ത്യയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ, അമേരിക്കക്കെതിരെ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് RIC ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ബലപ്പെട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നു ഇപ്പൊ കാര്യങ്ങൾ സംസാരിച്ച് SCO മീറ്റിന് ശേഷം ആ കാര്യങ്ങൾ ബലവത്തായി. നമ്മൾ വിചാരിക്കുന്ന പോലെ, ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ, കേരളത്തിലെ കുറെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഈ പറയുന്ന പോലെ നാളെ കാലത്തെ അമേരിക്കയെ അങ്ങ് അടച്ചുപൂട്ടാനൊന്നും ഇന്ത്യ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ആ ബന്ധം തകർത്തില്ല. ട്രംപ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്, അല്ലെ? അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. രണ്ട് രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ട്. പക്ഷെ നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന പല കാര്യങ്ങൾക്കകത്ത് നമുക്ക് പല കാര്യങ്ങളും നിഷേധിച്ചിരുന്നു. കാരണം നേരത്തെ കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽസ് തരുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ചൈന ചോദിച്ചപ്പോൾ, ചൈനയുടെ കയ്യിലാണ് റോ മെറ്റീരിയൽസ് രാജ്യത്തുടനീളം കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം ഇന്നാണ്. പിന്നെ വിയറ്റ്നാമാണ്. വിയറ്റ്നാമിൽ നിന്നാണ് ചൈന മേടിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചോദിച്ചപ്പോൾ നമ്മൾ തന്നില്ല. ഇപ്പൊ തന്നെ ഇവൻ പല കാര്യത്തിനകത്ത് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്നുൽപാദക കേന്ദ്രം, അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ റോ മെറ്റീരിയൽസ് തന്നുകൊണ്ടിരിക്കുന്ന ചൈനയാണ്. ചൈന ഇപ്പൊ അത് കുറച്ചിട്ടുണ്ട്, ലിമിറ്റഡ് ആക്കി. കാരണം ഇവൻ അങ്ങനെ പോകണ്ട. അപ്പൊ അതുപോലെ കാർ ഉണ്ടാക്കുന്നതിന്റെ ബാറ്ററി, അല്ലെങ്കിൽ റെയർ മെറ്റീരിയൽസ്, ഇങ്ങനെ പല സാധനങ്ങളും തരുന്നതിനകത്ത് ചോദിക്കുമ്പോൾ, അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നു. നമ്മുടെ സാധനത്തിന് ഇപ്പൊ ഇലക്ട്രിക്കൽ കാറിന് ലോകം മൊത്തം 100 രാജ്യത്തേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ കയറ്റി അയക്കാൻ പോകും. അപ്പൊ അതിന്റെ ഒരു ഇത് വരുമ്പോൾ നമ്മളെ ചവിട്ടിപ്പിടിക്കും. അത് ലോകത്ത് പല രാജ്യങ്ങളോടും ചെയ്യുന്ന ഒരു പണി തന്നെ നമ്മളോടും ചെയ്തു. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ചു പോകും. ഇപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വന്നു. നമുക്ക് തരത്തില്ലെന്ന് പറഞ്ഞ സാധനങ്ങൾ മൊത്തം കഴിഞ്ഞ ദിവസം മീറ്റിന് ശേഷം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളും ചില നീക്കങ്ങളൊക്കെ നടത്തി കൊടുക്കും. ടിക്ടോക്ക് വീണ്ടും തുറക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട്. അവന്റെ ഏറ്റവും വലിയൊരു ഇതാണല്ലോ ഇത്. വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അമേരിക്കയിലെ ഈ പറയുന്ന വേറെ ചില സാധനങ്ങളുണ്ട്, യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള മറ്റു ചില, അതിനെ ഒരു ബദലായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ ഇഷ്ടമുള്ള പോലെ കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേക്കിംഗ് ഇന്ത്യ മാറ്റി മെയ്ഡ് ഇൻ ഇന്ത്യ. അവന് സാധനം വേണം, അവിടെ കൊണ്ടുപോയി ചെയ്തു. അല്ലെങ്കിൽ അവൻ തുറന്നു കൊടുക്കേണ്ട കമ്പോളം, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ബാധിക്കാത്ത രീതിയിലുള്ള കമ്പോളം തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്ക് അകത്ത് നമ്മളിപ്പോ ഈ ബന്ധത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം സുതാര്യമായിട്ട് പണ്ട് നമ്മൾക്ക് തന്നുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ നിഷേധിച്ചിരുന്നതുമായിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞതുപോലെ റോ മെറ്റീരിയൽസിനകത്ത് പലതിനകത്ത് എടുത്ത് ഞാൻ പറയുന്നത് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. പല കാര്യത്തിനകത്ത് നമുക്ക് തരാമെന്നുള്ള തീരുമാനമായിട്ട്. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ വ്യത്യാസം വരും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കുള്ള തടസ്സങ്ങൾ വ്യത്യാസം വരും. അപ്പൊ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് ചൈന തയ്യാറാവും. അപ്പം അതുപോലെ തന്നെയാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് ഇപ്പം പാകിസ്ഥാന്റെ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാന്റെ നീക്കം ഈ പറഞ്ഞതുപോലെ ചൈനയ്ക്ക് അത്ര സുഖമുള്ള നീക്കമല്ല. നിങ്ങൾക്കറിയാലോ, ഗദ്ദാർ തുറമുഖത്തിനകത്ത് മാത്രം ചൈന മുടക്കിയത്
ഈ 2300 കോടി രൂപ. ഇപ്പൊ തുറമുഖം എന്ത് ചെയ്യും? തുറമുഖം തുറക്കാൻ വയ്യ, അവിടുത്തെ വിമാനത്താവളം ഉണ്ട്, അവിടോട്ടും ചെല്ലാൻ വയ്യ. ബലൂചിസ്ഥാൻ ആർമി അവിടെ കയറ്റത്തില്ല. അത് കയറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതിന് കയറ്റാൻ വേണ്ടിയുള്ള സഹായവും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി, ചൈനയ്ക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമം പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പം അതിന്റെ അകത്ത് പോലും പാകിസ്ഥാൻ ഇപ്പൊ നോക്കുന്നത് അവനെ വീണ്ടും ചൂഷണം ചെയ്യാൻ ഈ ചൈനയെ ഉപയോഗിച്ചതുപോലെ ചൈനയെക്കാട്ടി ശക്തമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ മറ്റേ കൊച്ചാട്ടം വന്ന് കാര്യം പറഞ്ഞപ്പം, ട്രംപ് വന്ന് കാര്യം പറഞ്ഞപ്പോ ക്രിപ്റ്റോ കറൻസിയുടെ കെയർ ഓഫിലൊക്കെ എന്നാ കൊച്ചാട്ട ഇത് നിങ്ങൾ വന്ന് ഇവിടെ കച്ചവടം ചെയ്തു, അല്ലെങ്കിൽ ഈ ഇപ്പോ ചൈനക്കാരനെ നമുക്കൊന്ന് കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ അവൻ മുടക്കിയ കാശങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ആ കരാറിനെ പറ്റി സംസാരിക്കും. അതാണ് അന്ന് ഈ പറയുന്ന അവിടെ നമ്മളടുത്ത് ഇദ്ദേഹം പറഞ്ഞില്ലേ, അവിടെ ഏറ്റവും വലിയ എണ്ണം അല്ലെങ്കിൽ സംഭരണ കേന്ദ്രം ഞാൻ കൊണ്ടുവരും. അതിനുശേഷം അപ്പൊ ബലൂചിസ്ഥാൻ ലക്ഷ്യമാക്കി ഇറങ്ങാനുള്ള പരിപാടി. അന്നേരം ബലൂചിസ്ഥാൻകാർ പറഞ്ഞത്, എന്റെ പൊന്നെ ഇവിടോട്ട് ഇറങ്ങല്ലേ, ഇത് അയാൾ പറഞ്ഞതുപോലുള്ള രാജ്യമല്ല, ഇത് ഞങ്ങൾ സ്വന്തം രാജ്യമാക്കി വെച്ചേക്കുക, ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കുന്ന അവന്മാർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ മുനീർ ഉദ്ദേശിച്ചത് അതാ, ഞങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റില്ല, അമേരിക്കൻ പട്ടാളം വന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇവനെ കച്ചവടം ചെയ്തിട്ട് അതിനകത്ത് ഇറങ്ങാൻ പറ്റുകയും അല്ലെങ്കിൽ ബലൂചിസ്ഥാനെ ഒന്ന് അടിച്ചമർത്താൻ പറ്റുകയും ഒക്കെ അവര് പറഞ്ഞു, ഞങ്ങളുടെ ജീവമരണം പോരാട്ടോ, ചൈനക്കാരൻ ഇവിടെ വന്ന് നോക്കി, ഞങ്ങൾ അവന്മാരെ അറിഞ്ഞു പെരിപ്പിച്ചു, അല്ലെങ്കിൽ വളരെ കൂടുതൽ ആൾക്കാരെ കൈകാര്യം ചെയ്തു. അമേരിക്കക്കാരൻ വന്നാലും ഞങ്ങൾക്ക് ഇത് ഒരേ നിലപാടുള്ളത്. നമുക്ക് എങ്ങനെയാലും ജീവിക്കണം, നമ്മുടെ ജീവിതത്തിന് വഴിമുട്ടി, ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം, ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർ, ഞങ്ങൾക്ക് അമേരിക്ക ആയാലും ചൈന ആയാലും ഇന്ത്യ ആയാലും ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെതിരെ വരുന്ന ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ അടിക്കും. എന്നാ പിന്നെ ഈ ന്യായം പറഞ്ഞതിന് ശേഷം പിറ്റേന്ന് ട്രംപ് പറഞ്ഞത്, സൂക്ഷിച്ചു പൊക്കോണേ അമേരിക്കക്കാര്, പാകിസ്ഥാനിലുള്ള അമേരിക്കക്കാര് അത്യാവശ്യം ഇല്ലെങ്കിൽ ഇനി തിരിച്ചു പോരും, മനസ്സിലായില്ലേ? അത്യാവശ്യം ഉണ്ടെങ്കിൽ 4 വഴിക്ക് നോക്കി നിന്ന്, അത്യാവശ്യം ഇല്ലെങ്കിൽ തിരിച്ചു വരും. അപ്പൊ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ പുറത്ത് ഇത്രയും പൈസ മുടക്കി അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന ഈ സീപോർട്ട് റോഡ് ചൈനയുടെ വലിയൊരു പ്രോജക്റ്റ് ആണ്. ആ റോഡിനകത്ത് പണം മുടക്കിയാൽ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ റോഡ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് അവിടെ ഇല്ല. അതുകൊണ്ടാണ് അവർ പണം പിൻവലിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിലേക്കുള്ള ഒരു ജിയോ പൊളിറ്റിക്സിനകത്ത് നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ചില ചാനലുകൾ പറയുന്നത് പോലെ ഇന്ത്യയും ചൈനയുമായിട്ടൊരു ബന്ധം ഉണ്ടായി, ശരി, ബന്ധം തന്നെയാണ്. നമ്മൾ അവരുമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ ജയശങ്കർ സംസാരിക്കുന്നു, അതിനുശേഷം അജിത് ഡോവൽ സംസാരിക്കുന്നു, അതിർത്തിയുടെ വിഷയം സംസാരിക്കുന്നു, മറ്റു പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ബന്ധത്തിനകത്ത് നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള ഒരു ദൃഢതയും ഉറപ്പും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടുന്ന ബന്ധത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വിയറ്റ്നാമുമായിട്ട് കച്ചവടം നടത്തും, ചൈനയുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ജപ്പാനുമായിട്ട് ബന്ധമുണ്ട്, നിങ്ങളുമായിട്ട് ശത്രുതയായിരിക്കും. ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ ഇവിടെ സാധനം കൊണ്ടുവരണം, ഈ സാധനം കൊണ്ടുവരണം, നിങ്ങൾ ഈ പഴയ പണിയൊന്നും നടക്കത്തില്ല, അവിടുന്ന് സാമാനം എല്ലാം കൂടെ പറക്കി വന്ന് ഇവിടെ കൊണ്ടുവച്ച് അഴിച്ചു പറക്കി വന്നിട്ട് ഒന്നിച്ച് യോജിപ്പിക്കുന്നവർ, നിങ്ങൾക്ക് സാധനം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കാർ ഇവിടെ നിർമ്മിക്കണം, നിങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പം ഇതിനകത്തൊന്നും ഒരു വ്യത്യാസവും വരുത്തുന്ന ഒരു അവസ്ഥയില്ല നമ്മുടെ നിലപാടുകൾക്കകത്ത്. അത് ആ രീതിയിലേക്കുള്ള കരാർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് രണ്ടു പേർക്കും യോഗ്യമായിട്ട് അതിനകത്ത് മുൻഗണന നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പിടി അല്ലെങ്കിൽ ഒരു പടി കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കരാറുമായിട്ട് എങ്ങും ഇപ്പൊ ലോകരാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാർ ഒപ്പുവയ്ക്കുന്നുള്ളൂ. അത് ചൈനയായിട്ടും കൊള്ളാം, യൂറോപ്യൻ രാജ്യങ്ങൾ ആയിട്ടും കൊള്ളാം, GCC രാജ്യങ്ങൾ ഒക്കെ ആയിട്ടും കൊള്ളാം, ഈ പറയുന്ന അമേരിക്കയുമായിട്ടായാലും കൊള്ളാം. നമ്മൾ അമേരിക്കയായിട്ടുള്ള പിണങ്ങാൻ കാര്യം എന്തോ, അവന്റെ പുഴുത്ത പാൽ ഇവിടെ കൊണ്ടുവരണമെങ്കിലും അവന്റെ മറ്റേ സോയാബീൻ കച്ചവടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഇവിടുത്തെ നമ്മുടെ കൃഷിക്കാരുണ്ടേ, അവരുടെ സാമാനം കച്ചവടം ചെയ്യുന്നിടത്ത് ഇയാൾ ഇത് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാനും അല്ലെങ്കിൽ ഇയാൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കാനും ഒന്നും പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ, ഈ പാല് നമ്മള് ലോകത്തെ നമ്പർ 1 പാല് കച്ചവടക്കാരനായിട്ട് മാറിയിരിക്കുമ്പോൾ ഈ പാല് ഇന്ത്യ കുടിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല, അവന്റെ പാൽ ഇവിടെ കുടിക്കണം, എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാട്ട് വെച്ചിട്ട് അത് നടക്കത്തില്ല. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഒരു ശൈലിയാണ്. അത് പറയാനൊക്കെ ഉള്ള നട്ടല് വളരെ കൃത്യമായിട്ട് നല്ലപോലെ വിലപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി. അതുകൊണ്ട് അങ്ങനെ. അപ്പം ഇതിനകത്തും ഈ കരാറിനകത്തും ഇതേ ഉള്ളൂ, ചൈന നമുക്ക് ഒന്നിച്ചു പോവാം, നമ്മൾ അമേരിക്കയായിട്ട് ഈ പറയുന്ന പോലെ പ്രശ്നത്തിലാണ്, താരിഫിന്റെ വിഷയം നിങ്ങളെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളാണല്ലോ ആദ്യത്തെ ശത്രു, ഞങ്ങളുടെ നിലപാടെടുത്തപ്പോൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുതയിലേക്ക് വന്നു. അപ്പൊ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടൊരു ശത്രു ഇല്ല, അവനെതിരെ അല്ലെങ്കിൽ അവന്റെ പുറത്തുകൂടി പോകുന്ന ആരെയായാലും അല്ലെങ്കിൽ അവന്റെ തീരുമാനങ്ങൾക്കകത്ത് വിഘ്നം നിൽക്കുന്ന ആരെയായാലും അവിടെ ശത്രു. അപ്പൊ ഈ അവസരത്തിൽ നമുക്ക് രണ്ടോട് ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിട്ടാൽ ലോകക്രമത്തിനകത്തൊരു വ്യത്യാസം വരുത്തി അമേരിക്കയുടെ മൊണോപ്പൊളിക്കകത്തും അല്ലെങ്കിൽ അവന്റെ ഈ പറയുന്ന പോലെ ചക്രവർത്തി സംസ്കാരത്തിനകത്തും ഒരു വ്യത്യാസം വരുത്താൻ അവസരം കിട്ടും. അപ്പൊ നമുക്ക് കൂടി യോജിക്കാം, അതിനകത്ത് വിശ്വസിക്കുന്ന ഒരു പാർട്ണർ ഉണ്ട്, അയാൾ ഇടന്നു നയിക്കുന്നു, ആരാ? റഷ്യ. അപ്പൊ അതിനകത്ത് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവനൊന്നുമില്ല, ആരുടെയും കഴിഞ്ഞാൽ അച്ചാരം മേടിച്ച് കൈ നക്കിയിട്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതും അത്തരത്തിലുള്ള ഭരണാധികാരികളും അത്തരത്തിലുള്ള ഈ പറയുന്ന സൈന്യ മേധാവികളും ഒക്കെ ഉള്ളൂ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയില്ല.
വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോഴും അവർ തന്നെ പറഞ്ഞില്ലേ നേരത്തെ നമ്മളുമായിട്ട് സിന്ധുവിന്റെ വിഷയം വന്നപ്പോൾ അമേരിക്കയുടെ കാര്യം പുറത്തു വന്നത്, ഞങ്ങളെ നശിപ്പിച്ച നിങ്ങളല്ലേ, ഞങ്ങൾ ഈ ഭീകരവാദികളുടെ രാജ്യമാണ് ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്ത് പറയുന്നത്, ഞങ്ങൾ ഈ സാധനത്തിനെ എല്ലാം ഉണ്ടാക്കി നിന്റെയൊക്കെ ഉപയോഗത്തിന് വേണ്ടിയിട്ടേ തന്നത്, ഭീകരവാദികളെല്ലാം ഉണ്ടാക്കാൻ നീയല്ലേ പറഞ്ഞത്, അതിന് പൈസ തന്ന നീയല്ലേ അവനെയൊക്കെ പല രാജ്യങ്ങൾക്ക് എതിരെ ഉപയോഗിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രീതിയിലേക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ടേ പാകിസ്ഥാനെ മാറത്തുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സഹായവും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് നടക്കത്തുള്ളൂ. ആ രീതിയിലേക്കുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിനകത്ത്, അസ്ഥിരമായ രാജ്യത്തിനകത്ത്, സ്വന്തമായ തീരുമാനങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്തിനകത്ത് ഈ പറയുന്ന പോലെ ചൈന ഗ്രോത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ ചൈനയ്ക്ക് പല രാജ്യങ്ങളിലും പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പണി മേടിച്ചിരിക്കുന്നു. അത് ഈ പറയുന്ന ശ്രീലങ്കയുടെ രൂപത്തിലായാലും ഈ പറയുന്ന മാലദ്വീപ്സിന്റെ രൂപത്തിലായാലും പല രാജ്യത്തും. അപ്പൊ അതിനകത്ത് ഒരു ക്രൈസിസ് ഉണ്ട് കേട്ടോ. പൈസ മുടക്കിയിട്ട് ഈ നമ്മുടെ വട്ടിപ്പലിശക്കാരന്റെ ഒരു മാനസികാവസ്ഥയുള്ള ഒരു രാജ്യം, പൈസ അവിടെ മുടക്കുക, എന്നിട്ട് അവന്റെ അവിടെ കയറി അറിയാമല്ലോ, അപ്പൊ പോർട്ടിന് 2500 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പോർട്ടിനോടനുബന്ധിച്ച് നിൽക്കുന്ന, ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇത്ര ഏക്കറിനകത്ത് ഞങ്ങളുടെ സാധനമായിരിക്കും, ഞങ്ങളുടെ സാധനം മാത്രമേ വിൽക്കാൻ ഒക്കൂ, ആ പ്രദേശം മൊത്തം ഡെവലപ്പ് ചെയ്താൽ. ഇതേ രീതി പലയിടത്തും ചെന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പൊ തന്നെ ബലൂചിസ്ഥാനിലാണല്ലോ, ബലൂചിസ്ഥാനിൽ ചെന്നിറങ്ങാൻ പറ്റും. അവിടെ ഇല്ല, പണ്ടൊരു വലിയൊരു അഭ്യാസി എടുത്ത് ചോദിച്ചു, അടി മേടിച്ച് പെരുത്ത് വീട്ടിൽ ചെന്ന് ചോദിച്ചു, എന്താ പറ്റി ചേട്ടാ, നിങ്ങൾ ഭയങ്കര അഭ്യാസിയാണ്, എന്റെ പൊന്നു ചേട്ടാ, നിലത്ത് നിർത്തിയിട്ടല്ലേ നമുക്ക് അഭ്യാസം കാണിക്കാനൊക്കെ എന്ന് പറഞ്ഞാല് ചൈന പറയുന്ന വലിയ കാര്യമൊക്കെ പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി കാര്യങ്ങൾ നടത്തണ്ടേ, എന്നാലേ കാശ് മുടക്കേണ്ട കാര്യം തിരിച്ചു മേടിക്കാനൊക്കെ. അപ്പൊ ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പൈസ മുടക്കിയിട്ട് കാര്യമില്ല, മുടക്കിയത് മൊത്തം വെള്ളത്തിലാണ്. ഈ പറയുന്ന ഇത്രയും വലിയൊരു തുകയും കൂടെ മുടക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ സുസ്ഥിരമായിട്ട് പണം മുടക്കാൻ, വിശ്വസിച്ച് മുടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നില്ല. പിന്നെ ഈ പറയുന്നത് പോലെ, ആദ്യം ചോദിച്ചതുപോലെ ആദ്യത്തെ പണിയാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടായികയില്ല, നമുക്കിട്ടൊരു കുളിർമ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും ചൈന അങ്ങനെ ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രമായിരിക്കത്തില്ല. ചൈനയ്ക്ക് എന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ ഗുണമുണ്ടാകുന്ന, കുഴപ്പം വരുന്നതോ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഗുണമുണ്ടാകുന്നതുമായിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല. ഏതായാലും പാകിസ്ഥാനും പറയുന്ന ചൈനയുമായിട്ട് പഴയതുപോലെ ദൃഢമായിട്ടുള്ള ഒരു ബന്ധമില്ല. എന്നാൽ ഈ പറയുന്ന വിജയ് ആദ്യം ചോദിച്ചതുപോലെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ബന്ധം കളയാൻ ഉള്ള ഒരു താല്പര്യവും ചൈന കാണിക്കത്തില്ല. കാരണം ചൈനയ്ക്ക് ഒരു നല്ല പേരുണ്ട്, ചതിയൻ ചൈന. അപ്പം ഇന്ത്യയോട് എപ്പോഴും നമ്മൾ എത്ര സുഹൃത്താണെന്ന് പറയുമ്പോഴും നമ്മൾ കരുതിയാ നിൽക്കത്തുള്ളൂ. അമേരിക്ക കരുതിയാ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കരുതിയാ നിൽക്കത്തുള്ളൂ. സുഹൃത്തൊക്കെയാ കാര്യം ശരിയാ, ഇവന് എന്റെ സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട്. അന്ന് ഇതിനെക്കാട്ടി മുമ്പ് 2019 ഇവിടെ വന്ന് സന്ദർശനം നടത്തി നമ്മുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വന്ന് കൈയും കാണിച്ചിട്ട് പോയിട്ടാ 2020 ബോർഡറിലെ പക്ഷികൾ 2022 അറിയാമല്ലോ, അടുത്ത കൊല്ലം അവനെ ബോർഡറിൽ കയറി അടിച്ചു, നമ്മൾ തിരിച്ചു കൊടുത്തതാണല്ലോ കൂലി. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു രാജ്യമാണ്. അപ്പം അതിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. നമുക്ക് ഇപ്പൊ ജിയോ പൊളിറ്റിക്സിൽ ഏത് രാജ്യമായിട്ടുള്ള കാര്യം നമുക്ക് അങ്ങനെയുള്ളൂ. നമ്മുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ഉതകുന്ന രീതിയിൽ ഏത് രാജ്യവുമായിട്ട്, ഉത്തര കൊറിയയുമായിട്ട് വേണോ, നമ്മൾ 2013 വരെ അവരുമായിട്ട് ബന്ധമുണ്ട്, കയറ്റിയൊക്കെ നമുക്ക് കുഴപ്പമില്ലെങ്കിൽ നമ്മൾ പറയും. നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അന്നേരം ആലോചിക്കാം. നമുക്ക് കുഴപ്പം വരാത്ത രീതിയിലേക്കുള്ള ഒരു നീക്കുപോക്കാണ് ഇത്. അമേരിക്കയ്ക്ക് വലിയൊരു ത്രെട്ടുമാണ്. പാകിസ്ഥാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം പഴയതുപോലെ സൗഹാർദ്ദപരമല്ല.